ഇന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. അംഗൻവാടികൾ പ്രൊവൈഡ് ചെയ്യുന്ന അമൃതം ന്യൂട്രീഷൻ പൗഡർ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി. ആദ്യം തന്നെ നമുക്ക് ഈ പൗഡർ ഒന്ന് ചൂടാക്കി എടുക്കണം. അതായത് ചീനച്ചട്ടിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഏകദേശം ഒരു 2 കപ്പോളം പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് വറുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ പൊടിയുടെ നിറം ഏകദേശം ഒന്ന് മാറി വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് പൊടി തൊട്ട് നോക്കുമ്പോൾ നന്നായിട്ട് തരിതരിയായിട്ടാവും നമുക്ക് ഫീൽ ചെയ്യുക. ആ ഒരു സമയം വരെയാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിലക്കടലയാണ്. ഇതിന് പകരം ഏത് നട്ട്സും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണം, അതാണ് നമ്മുടെ ഉദ്ദേശം. ഇനി വേണ്ടത് തേങ്ങയാണ്. ചിരകിയെടുത്ത തേങ്ങ 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടിക്ക് അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ നമുക്കൊരു അല്പം കൂടി മധുരത്തിൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 അച്ച് ശർക്കര 1 ഗ്ലാസ് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ശർക്കര പാനി പോലെ തയ്യാറാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നന്നായിട്ട് ശർക്കര അലിഞ്ഞ് കിട്ടണം, അത്രമാത്രം മതി. തിളച്ചെടുത്തിട്ടുള്ള ഈ ശർക്കരപ്പാനി ആ ചൂടോടുകൂടി തന്നെ ആ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചൂടോടുകൂടി ചേർക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ എളുപ്പത്തിനാണ്. ആദ്യം ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കൈകൊണ്ട് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കാനും ശ്രദ്ധിക്കണം. തണുത്ത് കഴിഞ്ഞാൽ ഉരുട്ടിയെടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൈ തൊട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂടാവുമ്പോൾ നമ്മൾ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ഇതിന് ലഡു എന്നോ ഉണ്ട എന്നോ എന്തും പേരിട്ട് വിളിക്കാവുന്നതേ ഉള്ളൂ. ഈസി മാത്രമല്ല, വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി കൂടിയാണ്. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കൂടെ ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി വരും വരേക്കും. ബൈ.